സോദരന്മാരെയും സ്നേഹിതന്മാരെയും മാതാപിതാക്കളും മാറിയ നേരം മാറാത്ത സ്നേഹം തേടി വന്നെന്നെ മാറോട് ചേർത്തെന്നെ ഓമനിച്ചു. മാറാത്ത സ്നേഹം തേടി വന്നെന്നെ മാറോട് ചേർത്തെന്നെ ഓമനിച്ചു. ആരുണ്ടു ഈ ലോകത്തിൽ എന്നേശുവെ പോൽ, ആരുണ്ട് ഈ ലോകത്തിൽ നിത്യസമാധാനം നൽകിയ ദേവാ, നീയല്ലതാരുമില്ല ഈ ലോകത്തിൽ, നിന്നെ പോലാരുമില്ല. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 27-ാം സങ്കീർത്തനത്തിൻ്റെ 7 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഇന്ന് ഏറെ സന്തോഷത്തോടെയാണ് എനിക്കിത് പറയുവാനായിട്ട് ഇടയാക്കുന്നത്. കാരണം 1991 ജനുവരി മാസം 9-ാം തീയതി ഏകദേശം രാവിലെ 9 മണി സമയത്ത് തകർന്നുടഞ്ഞു കിടന്ന എന്നെ തേടി വന്ന യേശു ജീവിക്കുന്നു. എൻ്റെ കർത്താവ് വലന്തരം പിടിച്ചെന്നെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷിയെ തീരുവാൻ എന്നെ ഒരുക്കിയ പാൻകൃപയ്ക്കായി സ്തോത്രം. 33-ാമത് വാർഷികമായ ഈ ദിവസത്തിലും എൻ്റെ കർത്താവിൻ്റെ സഹായത്തോടെ ഇത്ര കാലം കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഇടയാക്കിയ വൻകൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വം പുകഴ്ചയും കർത്താവിന് കൊടുത്തുകൊണ്ട് അടുത്ത വചനഭാഗത്തെ നമുക്കെടുക്കാം. യഹോവേ, ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അരുളണമേ. എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. അതിനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കും, എങ്കിലും യഹോവ എന്നെ ചേർത്തുപോയി. ഈ വചനഭാഗം വായിക്കുമ്പോഴേ സ്തോത്രം 91-ലേക്ക് ഞാനൊന്ന് പോയൊരു അനുഭവമുണ്ട്. കുറേ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 100ഓളം കുട്ടികളെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചു. 3.5 വർഷത്തോളം ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തു. ഇതിനിടയിൽ എൻ്റെ രോഗനിമിത്തമാണ് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുവാനായിട്ട് ഇട വന്നത്. എല്ലായിടത്തു നിന്നും ദൈവമക്കളെ വീക്ഷിച്ച് വിട്ട ഒരവസ്ഥയും, ജോലി പ്രശ്നങ്ങൾ, സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്തും എൻ്റെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അവിടെ എനിക്ക് കുഴപ്പം വന്നിട്ട് ഒക്കെ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഞാനത് ഏറ്റെടുക്കേണ്ട ഒരു അനുഭവം. അറിയാതെ എൻ്റെ പക്ഷത്ത് എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടില്ല. എൻ്റെ സാമ്പത്തികം എനിക്കങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ 18,000 രൂപയോളം പോസ്റ്റ് ഓഫീസിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതെൻ്റെ പേരിലേക്ക് വരുന്നതും ഒക്കെ ഓർത്തിട്ട് ആരോടും പറയാതെ സങ്കടപ്പെട്ടിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. അവിടെയും ചോദിക്കുന്നില്ല, ഇവിടെയും വീട്ടിലൊന്നും പറയുന്നില്ല. എന്തിനധികം ദൈവമക്കളെ, പത്രപ്രവർത്തകരെ വരെ വരുന്ന ഒരു അനുഭവമായി. അപ്പോഴും രോഗാവസ്ഥയുണ്ട്, ക്ഷീണാവസ്ഥയുണ്ട്, ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു. എൻ്റെ അച്ഛൻ വസ്തു പണയപ്പെടുത്തി ഈ ബാധ്യതകളൊക്കെ വീട്ടിൽ തീർത്തു. പക്ഷേ മാനസികമായ പ്രയാസങ്ങളുണ്ടായിട്ട് 90 ദിവസം തളവിട്ടു. പിന്നെ എല്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അടക്കളയിൽ അടപ്പും പാദത്തിൻ്റെ കീഴിൽ ചണച്ചാക്ക് വിരിച്ചെന്നെ അവിടെ കിടത്തി. മാനസിക രോഗത്തിലുള്ള ചികിത്സയും എനിക്കുണ്ടായിരുന്നു. ചുങ്കപ്പാറയിലൊരു വൈദ്യൻ്റെ ചികിത്സയിലായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സമനില തെറ്റി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബം തകർന്നു പോയി. എൻ്റെ കുടുംബത്തിൽ എന്നിലായിരുന്നു വലിയ പ്രതീക്ഷ. എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. നമ്മളറിയാത്തതായ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ നന്നായിട്ട് സ്നേഹിച്ചു നോക്കി, എൻ്റെ അമ്മയും എല്ലാവരും. പക്ഷേ ഒരുപാട് നിന്ന കേൾക്കേണ്ട ഒരു സാഹചര്യം വന്നു. വീടിന് ചുറ്റും ശത്രുക്കൾ കടന്നു വന്ന് അല്പം പോലും സമാധാനം തരാതെ കാഴ്ചക്കാരും പ്രശ്നം ഉണ്ടാക്കുന്നവരും കൂടി വന്നപ്പോൾ മുറിക്കകത്ത് എല്ലാം കേട്ടുകൊണ്ട് കിടക്കാൻ എനിക്ക് പറ്റുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, ചുരുക്കമായിട്ട് ഞാൻ പറയാണ്. തുറന്നൊരു സാക്ഷ്യം എനിക്ക് യൂട്യൂബിനകത്ത് എൻ്റെ ടെസ്റ്റിമണി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് എൻ്റെ രോഗാവസ്ഥ കൂടുതൽ വന്നിട്ട് ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോഴേക്ക് എൻ്റെ മൂത്ത സഹോദരി അമ്മയും എപ്പോഴും വന്ന് പറയും, നീ ഒരുത്തി കാരണമല്ലേ ഈ വീട് ഇങ്ങനെ ആയിപ്പോയില്ലേ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്.
ഒന്ന് മരിച്ചു കളയത്തില്ലേ? അവരുടെ സങ്കടം കൊണ്ടാണ് ചോദിക്കുന്നത്. എൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. ഒച്ചയ്ക്ക് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ അങ്ങ് എടുക്കണേ. എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. പുഴുവും പഴുപ്പും പുറത്തേക്ക് വരാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ അങ്ങ് എടുക്കണേ. ഇതിനധികം ദൈവമക്കളെ, ഹൈറേഞ്ച് പ്രദേശത്തോട്ട് പോകുമ്പോൾ മത്തായി കൊക്ക എന്ന് പറഞ്ഞൊരു കൊക്കയുണ്ട്. അവിടേക്ക് എന്നെ കൊണ്ടുവന്ന് ജീവനോടെ കൊണ്ട് കളയാൻ പോലും ഒരു തീരുമാനം എൻ്റെ അമ്മയെ സൗകര്യം എടുക്കുകയുണ്ടായി. പക്ഷെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാവും സഹായം ചോദിച്ചെടുത്ത് അത് ലഭിച്ചില്ല. എന്നെ ഒന്ന് കൊണ്ടെത്തിക്കാൻ അച്ചാച്ചൻ എന്നെ നന്നായിട്ട് നോക്കും. അച്ചാച്ചൻ അറിയാതെയാണ് ഇങ്ങനൊരു കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. സമയം വന്ന് എന്നെ ആശ്വസിപ്പിക്കും, സമാധാനപ്പെടുത്തും. ഇതിനധികം ദൈവമക്കളെ, ഒത്തിരി മാനസികമായി തളർന്ന എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഈ വചനഭാഗം കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും. എൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയിക്കാനും പറ്റുന്നില്ല. ഒരുപാട് പ്രയാസങ്ങൾ, വേദന. എന്തിനാ മരിച്ചാൽ മതിയായിരുന്നു. ദൈവത്തോട് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് കേട്ട് ഞാനും പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ജീവനെ എടുക്കണേ. എന്നിട്ടും നൊന്തുപറ്റ അമ്മയല്ലേ, അമ്മയുടെ മനസ്സിൻ്റെ സങ്കടം കൊണ്ട് ഞാൻ ചുരുണ്ടുകൂടി കിടക്കുന്ന കണ്ടിട്ട് ഒരു 1.5 വർഷത്തിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് എന്നെ കൊണ്ടുപോയ ആ സമയത്ത് ഉണ്ടായിരുന്ന ബൈബിള് എനിക്ക് വേണ്ടിയിട്ടാണ് അന്നും പ്രാർത്ഥനയ്ക്ക് പോയിട്ടുള്ളത്. 1.5 വർഷമായിട്ട് അതൊക്കെ നിർത്തി. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണം വിശ്വാസ ജീവിതത്തിൽ അങ്ങോട്ട് പോയിട്ടാണ്, പഴയ വിശ്വാസം കളഞ്ഞിട്ടാണ്. അപ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പഴയ വിശ്വാസത്തിലേക്കും പോയായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവം കൂടെ കൂടുന്നത്. അപ്പോഴേ എൻ്റെ അമ്മ ഇവിടുന്ന് വരയ്ക്കകത്തുനിന്ന് ഒരു ബൈബിള് കൊട്ടിക്കൊടഞ്ഞ് എനിക്ക് കൊണ്ടു തന്നിട്ട് പറഞ്ഞു, മോനിച്ചിരി നേരം ഇതൊന്ന് വായിക്കാമോ? ഞാൻ ആ വേദപുസ്തകം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അടുക്കള വാതിൽ തുറന്നു കിടക്കായിരുന്നു. ഞാൻ ആ വാതിലിലൂടെ ഈ വേദപുസ്തകം വലിച്ചെറിഞ്ഞു. ഇത് കൊണ്ടൊന്നും ആരും രക്ഷപ്പെടത്തില്ല, ഇതൊന്നും ആരുടെ രക്ഷയ്ക്കുതകുന്നല്ല, അതൊക്കെ വെറും ഒരു സങ്കല്പം മാത്രമാണ്. യേശുക്രിസ്തു ജീവിക്കുന്നൊരു ദൈവമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു. ഞാൻ ചെയ്ത പാപം, ദൈവമേ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി പിതാവേ. എൻ്റെ സാക്ഷിക്ക് ഞാൻ എല്ലാ വർഷവും ഇത്ര കാലം പറഞ്ഞു. എൻ്റെ സാക്ഷി മുൻപ് കേട്ടിട്ടുള്ളവർക്ക് ഒരു ആവർത്തന വിരസതയായി തീരരുതേ. എൻ്റെ അനുഭവം അല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല ദൈവമക്കളെ. ഞാൻ ആ രാത്രി മുഴുവനും യേശു കർത്താവിനെ പഴിച്ചു. എൻ്റെ അമ്മ മുറ്റത്ത് കിടക്കുന്ന ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. അതെടുത്തുകൊണ്ട് വന്ന ആ പേപ്പറുകളെല്ലാം കൂടി എൻ്റെ ഓരോ താളും പറഞ്ഞു പോയായിരുന്നു. അതെല്ലാം എടുത്തു വെച്ചിട്ട് പറഞ്ഞ അമ്മ പറഞ്ഞൊരു കാര്യം, മോളെ, ഇനി നിനക്ക് ഒരിക്കലും ഈ വേദപുസ്തകം എടുക്കേണ്ടി വരുമെന്ന്. സത്യം പറഞ്ഞാൽ ദൈവമക്കളെ, ആ വേദപുസ്തകം വന്ന് വീണ സ്ഥലത്താണ് ഞാൻ രാവിലെ വൈകിട്ടും ഗൂഗിൾ മീറ്റ് ശുശ്രൂഷ നടത്തുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി പേര് ഉണ്ടാവും. എല്ലാവർക്കും ഒന്നിച്ച് പിറക്കാതിരിക്കാനായിട്ടുള്ള ഇടയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും മഴയില്ലെങ്കിൽ മുറ്റത്താണ് ഞാൻ ഇരിക്കുന്നത്. ആ വേദപുസ്തകം ചെന്ന് വീണെടുത്ത് എന്നെക്കൊണ്ട് വേദപുസ്തകം എടുപ്പിച്ച ദൈവം ജീവിക്കുന്നു. യേശുവേ സ്തോത്രം. എടുത്തു പറയാൻ ദൈവം തന്ന കൃപയല്ലാതെ ഒന്നും എടുത്തു പറയാനില്ല. ഈ ദൈവം ജീവിക്കുന്നു. അനേകരൊക്കെ വരുമ്പോൾ ഏതവസ്ഥയിൽ വന്നാൽ അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ തിരുവചനത്തിലൂടെ ദൈവമക്കൾ ഇന്നും കൗൺസിലിംഗ് ശുശ്രൂഷ നടക്കുന്നുണ്ടെങ്കിൽ കടന്നു വരുന്ന ഏത് വിഷയത്തിൽ വന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദപുസ്തകം തുറന്നെടുത്ത് അവർക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ വേദപുസ്തകം തുറക്കും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന വചനം അതവരുടെ രക്ഷയ്ക്കുതകുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം ദൈവമാണല്ലോ. ഹല്ലേലൂയ. ഈ വചനം എടുക്കുവാൻ ഒരു യോഗ്യതയെ എനിക്കില്ല. എൻ്റെ കർത്താവെ, പാവിയിൽ മഹാപാവി എന്നോട് എൻ്റെ കർത്താവ് കരുണ കാണിച്ചുവെങ്കിൽ നിങ്ങളെയൊക്കെ എത്രയധികം പ്രിയപ്പെട്ടവരെ ഈ ദൈവം ജീവിക്കുന്നു. 33ാമത്തെ വർഷമാണിന്ന്. ഈ ദിവസവും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇത്ര കാലം എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച വേല ചെയ്യുവാൻ എന്നെ സഹായിച്ചു കൊടുത്തു. സ്തോത്രം. കർത്താവിനെ ഈ സാക്ഷ്യം ഒന്ന് പറയാൻ അന്ത്യം വരെയും ഈ സാക്ഷ്യം എൻ്റെ കർത്താവിൻ്റെ അവസാന ശ്വാസമെടുക്കുന്നത് വരെ ഇത് പറയേണ്ടതിന് ജീവിതത്തിൽ ഒരുപാട് സഹിക്കേണ്ടി വന്നു, ക്ഷമിക്കേണ്ടി വന്നു. ഒന്ന് പറയാൻ ദൈവമക്കളെ, കർത്താവ് കൂടെ നിന്ന് വഴി നടത്തുന്ന ദൈവം ജീവിക്കും. ദൈവയുടെ വചനം നമ്മൾ കേൾക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു. സത്യമാണ്. ഇനി ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ അനുഭവമാണ്, സത്യമാണ്. ഹല്ലേലൂയ. ഈ ദൈവം ജീവിക്കുന്നു. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. തകർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, രോഗത്താലും പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ട് അപ്പനും അമ്മയും ഉപേക്ഷിച്ച അവസ്ഥയിൽ കഴിയുന്നവരെ, അപ്പനും അമ്മയും ഉണ്ടായിട്ട് അവരുടെ സ്നേഹം ഒരു വാക്ക് പോലും കിട്ടാതെ
തളർന്നിരിക്കുന്നവരെ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് എല്ലാവർക്കും മതിയാകണം. അവരെ കൂടെ സ്നേഹിക്കുവാൻ, കരുതുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമക്കൾ കരുതേണ്ട പോലെ കരുതുവാൻ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ദൈവമക്കളെ, ഈ 2024 33 വർഷം തികയുമ്പോൾ എല്ലാവരും കൈവിട്ട് എന്നെ തേടി വന്നത് ഞാൻ ദൈവമക്കളെ ഉറക്കത്തിൽ കണ്ടതല്ല. രാവിലെ 91 ജനുവരി മാസം 9-ാം തീയതി ഏകദേശം രാവിലെ 9 മണി സമയത്ത് ഞാൻ കിടക്കുന്ന അടക്കളയിൽ, അവിടെ ആരും തീ കത്തിക്കുന്നില്ല, പുറത്താണ് ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് വൈകിട്ട് കൊണ്ടുവന്ന് തിണ്ണ വെച്ച് കഴിക്കുന്നു. എൻ്റെ രോഗനിമിത്തം അടക്കളയിൽ പാചകം പോലും വെക്കുന്നതിന് അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല. ദിവസങ്ങളായിട്ട് എന്നെ പട്ടിണിക്ക് വിട്ടുകൊണ്ട് നോക്കി. കാരണം ഞാൻ രോഗാവസ്ഥയിൽ കിടന്ന അന്ന് മുതൽ എന്നെ എൻ്റെ അമ്മയും എൻ്റെ സഹോദരിമാരെന്നെ എൻ്റെ അച്ചാച്ചനും നന്നായിട്ട് എന്നെ കരുതി. ഇനി ഞാൻ മരിച്ചാൽ മതിയായിരുന്നെന്ന് അവർ ആഗ്രഹിച്ചു പോയി. അത്രമാത്രം ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ വന്നു. എൻ്റെ സാക്ഷ്യം സത്യമാണ്. സ്തോത്രം. ഇതെന്തിനാണ് ഞാൻ സത്യം എന്ന് പറയാൻ കാരണം, വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവം പ്രവർത്തിച്ച അത്ഭുതമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. തളർന്നിരിക്കുന്നവരെ ഭാരപ്പെടേണ്ട, കർത്താവ് നമുക്ക് മതിയായവന്, കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ രക്ഷ പ്രാപിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരിമാരും എല്ലാവരും യേശു കർത്താവിന് വലിയ സാക്ഷികളായി തീർന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവം ഇടയാക്കിയ വൻ കൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വം പുകഴ്ചയും അങ്ങ് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, 33 വർഷം തികയുമ്പോൾ കർത്താവെ, ദൈവം തന്ന കൃപകളും ദൈവം തന്ന അനുഗ്രഹങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും തളർന്നു പോകാതെ കാത്തു പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്ന് വചനം കേട്ടതുപോലെ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അതേ ദൈവമായ കർത്താവെ, അടിയനെ ദൈവം വീണ്ടെടുത്ത ദിവസത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കിയ വൻകൃപയ്ക്കായി സ്തോത്രം എന്ന് സ്തുതിക്കുന്ന കർത്താവെ, യേശുവേ സ്തോത്രം. അടിയങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഈ സമയത്ത് ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്ന കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം. കരുതി എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നീ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തകർന്നിരിക്കുന്ന മക്കളുടെ കർത്താവെ, സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ കടബാധ്യതയും രോഗവും മാനസിക പ്രശ്നങ്ങളും കർത്താവെ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് തളർന്നിരിക്കുന്ന മക്കൾ അതിനകത്തുണ്ട് കർത്താവെ. അവരെവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അവിടേക്ക് ദൈവത്തിൻ്റെ കരം ചെന്ന് തൊട്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കേണ്ടതിന് കർത്താവെ, അടിയനെ വീണ്ടെടുത്ത ഭവനത്തിലിരുന്നു കൊണ്ട്, വീണ്ടെടുത്ത സ്ഥലത്തിരുന്നു കൊണ്ട്, എൻ്റെ കർത്താവെ അടിയനെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിരുന്നു കൊണ്ട്, ആ പാദസ്പർശനമേറ്റ സ്ഥലത്തിരുന്നു കൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൽ തികഞ്ഞ സാക്ഷികളെ തീരുവൻ്റെ മക്കളെ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം.